ശ്രീ കെ ബാബു, പോലീസിന് അറിയാമായിരുന്നു, നാട്ടുകാർക്ക് അറിയാമായിരുന്നു, കൊല്ലപ്പെട്ടവർക്ക് അറിയാമായിരുന്നു ഈ ദുരന്തം സംഭവിക്കും എന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് അവരെ കൊലക്കത്തിക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നത്? യഥാർത്ഥത്തിൽ കൊലക്കത്തിക്ക് വിട്ടുകൊടുത്തതല്ല. കഴിഞ്ഞ 29 ഡിസംബർ മാസം 29 ഈ പ്രതിയെ സ്റ്റേഷനിലേക്ക് അവിടുത്തെ SHO വിളിച്ചു വരുത്തി 5 പേരടങ്ങുന്ന PRA ഉൾപ്പെടെയുള്ള ടീം അവരോട് കർശനമായി പറഞ്ഞതാണ് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹത്തിന് വേണ്ടി കോടതിയിൽ ഹാജരാവുന്ന വക്കീൽ ഓഫീസിൽ നിന്ന് അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, ഇതാ ഇന്ന് തന്നെ അയാളെ തിരുപ്പൂരിലേക്ക് പറഞ്ഞു വിടുകയാണ് എന്നാണ്. ആ പറഞ്ഞു വിട്ടിട്ടുണ്ടാവും എന്ന ധാരണയിലാണ് അവരിരുന്നത്, പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഇയാൾ വന്നതും പോയിട്ടുള്ള കാര്യം ഈ ഡിസംബർ മാസം 29 അവിടുത്തെ നാട്ടുകാരാണെങ്കിലും അവിടുത്തെ ജനങ്ങളാണെങ്കിലും മറ്റു പോലീസിൽ പരാതിപ്പെടുന്നു. അതിന്റെ ഭാഗമായിട്ട് ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഇടപെട്ടു ശ്രീ കെ ബാബു? അയാളോട് വിളിച്ചു പറഞ്ഞു നിങ്ങൾ അങ്ങോട്ട് പോകരുത്, അയാൾ അനുസരിച്ചോളും എന്ന് പ്രതീക്ഷിച്ച് പോലീസ് മിണ്ടാതിരുന്നു, വിശ്വാസത്തിൽ, ധാരണയിൽ. എന്നിട്ട് ഇന്ന് കൊല്ലുന്നവരെ പോലീസ് ആ ധാരണയിലും ആ വിശ്വാസത്തിലും അതല്ല, അങ്ങനെയല്ല ഇടപെട്ട്. അയാളോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജാമ്യം അല്ലെ ഇവിടെ പിന്നെ നാളെ മുതൽ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബെയില് ക്യാൻസൽ ചെയ്യാൻ ഞങ്ങൾ കൊണ്ടുപോകും, കസ്റ്റഡിയിൽ കൊണ്ടുവരും എന്ന രൂപത്തിൽ തന്നെയാണ് പോലീസ് സേന അവിടെ പറഞ്ഞിട്ടുള്ളത്. സത്യമായി പറയുന്നവനായി രാജാക്കൻ. പക്ഷേ ഇവൻ അന്ന് തന്നെ അവിടെ നിന്ന് പോയി എന്ന വിവരത്തിലാണ് ഇരുന്നത്. പിന്നീട് ഇവൻ വന്നതോ അവിടെ നടക്കുന്ന കാര്യങ്ങളോ നാട്ടിലെ ആളുകൾ അറിഞ്ഞിട്ട് പോലുമില്ല. അതിന്റെ ഭാഗമായിട്ട് ഒളിഞ്ഞിരുന്ന് ആക്രമിക്കുന്ന രൂപത്തിലേക്കാണ് അവൻ വരുന്നത്. മകൾ സംസാരിക്കുന്നത് താങ്കളും കേട്ടിട്ടുണ്ടാകുമല്ലോ ശ്രീ കെ ബാബു. ആ കുട്ടി വീട്ടിലേക്ക് പോലും വരാതിരുന്നത്, ഈ ദിവസങ്ങളിലൊന്നും വീട്ടിലേക്ക് പോലും വരാതിരുന്നത് ഇയാളെ പേടിച്ചിട്ടാണ്. അവർക്കറിയാം, അടുത്തുള്ളവർക്കറിയാം, പോലീസിന് അറിയില്ല അവിടെ എന്താണ് നടക്കുന്നതെന്ന്. അയാൾ പോയിട്ടുണ്ടാകും, തിരുപ്പൂരേക്ക് പോയിട്ടുണ്ടാകുമെന്ന് കരുതി പോലീസ് കാത്തിരിക്കുകയായിരുന്നു. ഇവൻ ശരിയല്ല. യഥാർത്ഥത്തിൽ ആ മക്കള് കുറെ കാലമായി ആ ഭാഗത്തേക്ക് ആരും വരാറില്ല, ഇയാളെ അവിടെ കാണാറുമില്ല. വരാത്തത് ഇയാളെ കൂടി പേടിച്ചിട്ടാണല്ലോ. ഇയാളെ കൊല്ലുമെന്ന് പേടിച്ചിട്ടാണ് ഞാൻ അച്ഛനെ അടുത്തേക്കും മുത്തശ്ശിയുടെ അടുത്തേക്കും വരാതിരുന്നത് എന്ന് ഇന്ന് ആ മോള് പറയുന്നത് നമ്മൾ കേട്ടതാണല്ലോ ശ്രീ കെ ബാബു. അത് മാത്രമല്ല, താങ്കൾ പറഞ്ഞതുപോലെ 2022 അതിനുശേഷം 2023 കോടതി ഉത്തരവിൽ കോടതി തന്നെ മുൻ ഇളവ് കൃത്യമായും കർശനമായും അത് തിരുത്തിയിട്ടുണ്ടല്ലോ. പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കയറരുത് എന്ന് കർശനമായി പറഞ്ഞിട്ടുണ്ട്. പോലീസ് ഇതൊന്നും നോക്കുന്നില്ല. അങ്ങനെ പറയരുത്, പിന്നെങ്ങനെ പറയണം? ഒരു മാസമായി ഈ കുടുംബം ജീവഭീതിയിൽ അവിടെ കഴിയുകയാണ്. പോലീസ് അയാളെ വിളിച്ചു വരുത്തി ഉപദേശിച്ചു വിട്ടു. അതിനുശേഷം എന്തുണ്ടാകുമെന്ന് നിരീക്ഷിക്കുന്നില്ല, ഇവർക്ക് സുരക്ഷ നൽകുന്നില്ല. ഇവർ പേടിച്ച് ജീവിച്ചു. ഒടുവിൽ പേടിച്ചത് തന്നെ സംഭവിച്ചു. സ്വാഭാവികമായിട്ട് ഇവൻ ഇവിടെ ഉണ്ടാവില്ലെന്ന് ഉറപ്പായിരുന്നു പറഞ്ഞിരുന്നത്. പോലീസ് സേന ചിലതൊക്കെ നല്ലതും ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പോൾ ഓൺലൈൻ വലിയ തോതിലുള്ള ഇവിടെ തട്ടിപ്പ് നടത്തിയ ആളെ കൊണ്ടുവന്നതിനെ കുറിച്ചൊന്നും ആരും പറയുന്നില്ലല്ലോ. ആ പ്രതിയെ പിടിച്ചതും ആ പ്രതി ഈ കേരളത്തിൽ കൊണ്ടുവരുന്ന കാര്യവും നമുക്കും അതും പോലീസ് സേനയുടെ ഒരു മികവ് തന്നെയല്ലേ. ഒരു കേസാണ് ഇതുമായി താരതമ്യം ചെയ്ത് പറഞ്ഞത്. അങ്ങനെ താരതമ്യം ചെയ്യാൻ ഒരുപാട് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഞെട്ടുന്നത് കഴിഞ്ഞ 10 ദിവസം മുൻപാണ് ചേന്നമംഗലത്ത് ഇതുപോലെ തന്നെ ഞങ്ങളെ ഇയാൾ കൊല്ലും എന്ന് നിരന്തരം പോലീസിലും നാട്ടുകാരുടെ അടുത്തും ഭീതി പ്രകടിപ്പിച്ച ഒരു കുടുംബത്തെ അയാൾ വന്ന് അങ്ങനെ തന്നെ കൊന്നിട്ട് പോകുന്നത്. 3 പേരെ ആലോചിച്ച് നോക്കൂ. ഈ ദിവസം നമുക്ക് പോലീസിനെ അഭിനന്ദിക്കാൻ പറ്റുമോ? ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണ് ആ 2 സ്പെസിഫിക് കേസ് എടുത്തിട്ടല്ലേ ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞത് ഇത്തരം ഒരു ദുരനുഭവം ഉണ്ടാകുമ്പോൾ അതിൽ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതിൽ കേന്ദ്രീകരിച്ചല്ലാതെ എന്താണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്? ചേന്നമംഗലത്തും ഇന്ന് തെന്മാറയിലും ഉണ്ടായത് സമാനമായ സംഭവങ്ങളാണ്. ഞങ്ങൾ കൊല്ലപ്പെടുമെന്ന് ഭയന്നിരുന്ന കുടുംബത്തെ ഒന്നാകെ ഇല്ലാതാക്കുകയാണ് കൊലയാളി. സ്വതന്ത്ര വിഹാരം നടത്തിയിട്ട് ക്രിമിനൽ ആണെന്ന് എല്ലാവർക്കും അറിയാം, ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. ചേന്നമംഗലത്തെ കൊലയാളിക്ക് 5 കേസുകളിൽ അയാൾ പ്രതിയായിരുന്നു. ഇവിടത്തെ സംബന്ധിച്ച് ഒരു പരാതി സ്റ്റേഷനിൽ കിട്ടി, ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ
ആ പ്രതി അവിടെ ഉണ്ടെന്ന് ആ സമയത്ത് തന്നെ പോയി കൊണ്ടുവന്ന് അയാൾ ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഉണ്ടെങ്കിൽ ജാമ്യം റദ്ദ് ചെയ്യുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് എന്നിട്ട് അന്ന് തന്നെ അവൻ പോകുമെന്ന് ഉറപ്പ് ഈ അവരുടെ വക്കീലിന്റെ ഭാഗത്തും വക്കീൽ ഓഫീസിൽ നിന്ന് ലഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ പോലീസ് അങ്ങനെ ഒരു വിശ്വാസത്തിലെടുത്തത്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ. താങ്കൾ MLA എന്ന നിലയിൽ പോലീസിനോട് സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ. പോലീസിന് ഇതിനൊരു വിശദീകരണമുണ്ടോ? താങ്കൾക്കത് ബോധ്യപ്പെടുന്നുണ്ടോ? പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായില്ലെന്ന് സത്യമായും താങ്കൾ വിചാരിക്കുന്നുണ്ടോ? ഉത്തരം പറ. പോലീസിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായാൽ അതിന്റെ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാരും അതിന് നിയന്ത്രിക്കപ്പെടുന്ന ഒരു സർക്കാരും ഇന്ന് കേരളത്തിലുണ്ട്. ബെസ്റ്റ്. ഏതെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുള്ള പോലീസുകാരൻ ഇന്ന് സർവീസിലുണ്ടാവില്ല. അതിനൊക്കെ നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന ഒരു ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രിയുമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ആ ഒരു ആത്മവിശ്വാസം ജനങ്ങൾക്കുമുണ്ട്. വായുനൂലും പറഞ്ഞാണ്ടല്ലോ. തീർച്ചയായും ആ കുട്ടിയും ആ കുടുംബവും അനാഥമാവില്ല. അതിന്റെ സംരക്ഷണവും ഞങ്ങൾ ഏറ്റെടുക്കും. സ്വാഭാവികമായും എന്താണ് കാര്യം? അവർക്ക് ഇന്ന് രാവിലെ വരെ അച്ഛൻ ഉണ്ടായിരുന്നു. അച്ഛൻ കൊല്ലപ്പെടുമെന്ന് ഭയന്ന് ഈ സർക്കാരും പോലീസും സംരക്ഷിക്കും എന്ന് വിശ്വസിച്ചാണ് അവർ പോലീസിന്റെ അടുത്ത് വന്നത്. കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ട് ഈ സിസ്റ്റത്തിന് വീഴ്ച ഉണ്ടെങ്കിൽ അത് നോക്കേണ്ടവർ നോക്കിക്കോളും എന്ന് പറഞ്ഞ് അവരെ സംരക്ഷിക്കും എന്ന് പറയുന്നത് എന്തൊരു മനുഷ്യത്വമാണ്. അതല്ല, ഇനി അവർ അനാഥമാകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ അനാഥരായി കഴിഞ്ഞു. അവർ അനാഥരാക്കിയതിൽ നമുക്ക് എല്ലാവർക്കും പങ്കുണ്ട്. സ്റ്റേറ്റിനും പോലീസിനും പങ്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അവർ അനാഥരാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. പോയി ചത്തുടടാ. ഒരൊറ്റ കാര്യമുള്ളൂ, അത്തരത്തിലൊരു കൃത്യനിർവഹണത്തിൽ എവിടെയെങ്കിലും ഒരു തരത്തിലെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച ഉണ്ടാവുന്ന പോലീസുകാർ പോലീസായി തുടരുമെന്ന വിശ്വാസം എനിക്കില്ല. ഇന്നത്തെ ഗവൺമെന്റ് അത്തരത്തിലുള്ള പൂർണ്ണമായ പരിശോധന നടത്തും. ഡയലോഗ് മേലുമുഴുവൻ ചൊറിഞ്ഞു കയറണ്ട. ഇത്തരം കൊലയാളികൾ ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന കടുത്ത തീരുമാനമെടുക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ആത്മവിശ്വാസത്തിലാണ് ഞാൻ പറയുന്നത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ പ്രതി ഒളിഞ്ഞിരിക്കുന്നു. ആ കുട്ടി തന്നെ പറഞ്ഞല്ലോ, പലപ്പോഴും അത്തരത്തിലൊരു സമീപനം അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പോലീസ് സേന ഇനി അവിടെ ഇരുന്നാൽ കണ്ടാൽ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും എന്ന രൂപത്തിലേക്ക് പറഞ്ഞത്. പിന്നീട് അവിടെ നിന്നും 29 ശേഷം ഒരു പരാതി ഉണ്ടായില്ല. സ്വാഭാവികമായിട്ട് പോലീസ് കരുതിയിരുന്നത് പോയിട്ടുണ്ടാവും എന്നതാണ്. പരാതി നൽകാത്തതാണ് അതിൽ ഏതെങ്കിലും തരത്തിലൊരു വീഴ്ച നന്നായിട്ടുണ്ട്. ഈ ഒരു മാസത്തിനിടെ പോലീസിൽ ചെന്ന് അതും ഒരു പ്രദേശത്തെ ആളുകൾ നാട്ടുകാർ ഒരുമിച്ച് ചേർന്ന് ഇതുപോലൊരു പ്രതിക്കെതിരെ, ഒരു കൊലക്കേസ് പ്രതിക്കെതിരെ മാസ് പെറ്റീഷൻ നൽകുന്നത് എത്ര അസാധാരണമാണ്. ഇനിയും വീണ്ടും പരാതി തന്നിട്ടുണ്ടായിരുന്നില്ല, ഇതിനിടയിൽ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല, ഒരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നതാണോ? ഇവനൊക്കെ എവിടെ നിന്ന് വരുന്നത്? 29 കൊടുത്ത പരാതിയുടെ പുറത്ത് 29 കൊടുത്ത പരാതിയുടെ പുറത്ത് തന്നെയാണ് മേലിൽ അവിടെ ഉണ്ടാവാൻ പാടില്ലെന്ന താക്കീത് ചെയ്ത് വിട്ടത്. അയാൾ അവിടെ ഉണ്ടായല്ലോ, അയാൾക്ക് പോലീസിന് പേടിയുണ്ടായിരുന്നോ? അയാൾക്ക് നിയമത്തെ പേടിയുണ്ടായിരുന്നോ? അയാൾക്ക് കുറ്റകൃത്യത്തിലുള്ള പശ്ചാത്തലം എന്താണെന്ന് പോലീസ് അന്വേഷിച്ചോ? അത് പിന്നെ അതിനെക്കുറിച്ച് നല്ല ധാരണയുള്ളത് കൊണ്ടായിരിക്കുമല്ലോ അസാധാരണമാം വിധം നാട്ടുകാർ തന്നെ ഒരു മാസ് പെറ്റീഷൻ നൽകിയത്. എന്നിട്ട് പോലീസ് ശാസിച്ച് ഇനി ഇയാളത് ചെയ്യില്ല എന്ന് ധാരണയിൽ വിശ്വസിച്ചിരുന്നു എന്നല്ലേ താങ്കൾ പറയുന്നത്? എണീറ്റ് വരണ്ടേയിരുന്നു. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അതിലെവിടെയെങ്കിലും ഒരു വീഴ്ച പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കും. അതിനാവശ്യമായ നടപടികളും ഉണ്ടാവും. അതിലൊരു വിട്ടുവീഴ്ചയ്ക്കും പോകുന്ന ഒരു ഗവൺമെന്റ് അല്ല ഇന്ന് കേരളത്തിലുള്ളത്. വിട്ടുവീഴ്ചയില്ലാത്ത നടപടി, വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകും. ഇന്ന് അച്ഛനും 5 വർഷം മുൻപ് അമ്മയും ഇന്ന് മുത്തശ്ശിയും നഷ്ടപ്പെട്ട കുട്ടികൾ അനാഥരാകില്ല. ഇനി നമുക്ക് പിരിഞ്ഞു പോകാമോ ശ്രീ രാജു പി നായർ? ആശങ്കപ്പെടേണ്ട കാര്യം എന്തെങ്കിലും ബാക്കിയുണ്ടോ? പിന്നെ തുടങ്ങിയേക്കാം. ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരാള് ഒരുള്ള പ്രദേശത്ത് അതിനുള്ള ടെൻഡൻസി ഉള്ള ഒരാള് എത്രമാത്രം പൊട്ടൻഷ്യൽ അവിടെ ഒരു ഇഷ്യൂ ഉള്ള നിൽക്കുമ്പോൾ ഇത്തരത്തിൽ പെരുമാറാനുള്ള സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി കാണേണ്ട പ്രൊഫഷണൽ ഫോഴ്സാണ് പോലീസ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. നിങ്ങൾ പറയുന്ന പോലെ പോലീസ് വിചാരിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല. അവര് അതിന്റെ അപകടം മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു അപകടം ഇല്ലാതെ ഇരിക്കാൻ നടപടി എടുക്കേണ്ട പ്രൊഫഷണൽ ഫോഴ്സാണ് പോലീസ്.
അങ്ങക്ക് എങ്ങനെയാണ് വന്നിട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ പറയേണ്ട വാദം പോലീസിനെ കുറിച്ച് പറയാൻ കഴിയാ? പോലീസ് വിചാരിച്ചില്ല ഇയാൾ ഇങ്ങനെ ചെയ്ത് കളയും, ഇയാളെ വിളിച്ചു ചേർത്തു, അപ്പൊ അവിടെ നിന്ന് ഇയാള് ബഹളം വെച്ചു, ഇയാള് സൈക്കോയാണ് എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് നമുക്കത് പറയാൻ പറ്റുക? എന്താ ഉറക്കം വരുന്നു. ഇവിടെ പോലീസിന് എന്താ പണി? കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരും ഏതെങ്കിലും ആരെങ്കിലുമായിട്ട് സംസാരിക്കുന്നുണ്ടോ, ഏതെങ്കിലും സമരത്തിൽ പങ്കെടുക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് മാത്രമായിട്ട് ഇന്റലിജൻസിന്റെ പരിപാടി മാറിയിരിക്കുകയാണ്. ഈ കൂട്ടക്കൊലകൾ തടുക്കാൻ കഴിയുമായിരുന്നില്ലേ ശ്രീ ഹരിദാസ്? നമ്മുടെ നീതി നിയമ സംവിധാനങ്ങൾ ഒന്ന് പൊളിച്ചെഴുതണം എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്കാണ് പറവൂരിലെ സംഭവവും ഈ സംഭവവും ഉണ്ടായിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 100% ഞാൻ യോജിക്കുന്നു. 12 ദിവസം നമ്മുടെ ദിവ്യ എന്ന് പറയുന്ന സ്ത്രീ, ഒരു ADM-ന്റെ മരണത്തിന് കാരണക്കാരിയായ ദിവ്യയെ പിടികൂടാൻ കഴിയാത്ത പോലീസ് 16 മണിക്കൂർ കൊണ്ട് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന മനുഷ്യനെ പിടിച്ചു എന്ന് പറയുമ്പോൾ പോലീസിന് കഴിവില്ലായിട്ടല്ല, പോലീസിനെ ആരൊക്കെയോ ബാഹ്യമായി നിയന്ത്രിക്കുന്നു. മറ്റൊരു സ്ത്രീ പറയുന്നത് കേട്ടില്ലേ, ഏത് സമയത്തും അവൻ ഇവിടെ പ്രത്യക്ഷപ്പെടാം, ഞങ്ങളെയൊക്കെ വെട്ടിക്കൊല്ലാം എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ നാട് എത്തിയെങ്കിൽ അത് പോലീസിന്റെ പരാജയമാണ്, പോലീസിനെ നിയന്ത്രിക്കുന്ന ആഭ്യന്തര വകുപ്പിന്റെ പരാജയമാണ്, ആഭ്യന്തര വകുപ്പ് അടങ്ങുന്ന സർക്കാരിന്റെ പരാജയമായിട്ട് എനിക്ക് ഈ വിഷയത്തെ കാണാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവാ, നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.